ഇതെത്ര മനോഹരമാണല്ലേ. ഒരു നിമിഷം ആ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചു. യൂറോപ്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ലമെന്ന ഖ്യാതിയോടെ അവർ കാൽപന്ത് ലോകം അടക്കി ഭരിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ട്രഫോർഡിന്റെ ഭീകരാന്തരീക്ഷത്തിൽ ചെകുത്താൻ പഴ തീർക്കുന്ന കാൽപന്തിന്റെ മനോഹാരിതയിൽ തകർന്നു പോയിരുന്ന ഒരുപാട് ടീമുകൾ. ഈ സുന്ദര പതിറ്റാണ്ടിനു ശേഷം സർ അലക്സ് ഫെർഗൂസൺ നടന്നകുന്ന വഴിയെ പതിയെ ആ പ്രതാപവും മടങ്ങിത്തുടങ്ങി. പിന്നീട് അവർക്ക് ആ പഴയ യുണൈറ്റഡിന്റെ ഓർമ്മകളാകാൻ സാധിക്കാതെ വന്നു. പരിശീലകന്മാർ മാറി മാറി വന്നിട്ടും വന്നുചേർന്ന ശാപത്തെ വിട്ടുമാറ്റാൻ അവർക്കാർക്കും സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും യൂറോപ്യൻ ലീഗുമെല്ലാം അവരുടേത് മാത്രമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിരുന്ന ഒരു യുഗമുണ്ടായിരുന്നു. ഇന്നിന്റെ തലമുറ ആ നാൾ വഴികളെ ഒരിക്കൽ പോലും അംഗീകരിക്കില്ലെങ്കിലും അവർ കണ്ടുവളർന്നതോ കണ്ടറിഞ്ഞതോ ആയിരുന്നില്ല അന്നത്തെ ട്രഫോർഡിന്റെ ചെകുത്താൻ പട. സ്വന്തം തട്ടകത്തിന്റെ ആനുകൂല്യം അവരെക്കാൾ ആസ്വദിച്ച ടീമുകൾ ഇന്നും ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും അസത്യമായി തീരില്ല. പ്രീമിയർ ലീഗ് കിരീടത്തിൽ ആദ്യമായി മുത്തമിട്ടത് മുതൽ തുടങ്ങിയ ജൈത്രയാത്ര. നാൾവായി 1 മുതൽ കാൽപന്താവിഷ്കാരം ട്രഫോർഡിനെ പഠിപ്പിച്ച അനേകം പരിശീലകന്മാർ. റയാൻ ഗിഗ്സും മൗറീഞ്ഞോയും ഫെർഗൂസണും ഷോൾജിയറും റാഗ്നിക്കും നടന്ന വഴികൾ മാത്രമാണ് അതിൽ ആരാധക ശ്രദ്ധ നേടിയ പരിശീലകന്മാർ. അനേകം റെക്കോർഡുകൾ ട്രഫോർഡ് സ്വീകരിച്ചൊരു കാലം അവർക്കുമുണ്ടായിരുന്നു. കാൽപന്ത് ലോകത്തെ ആ ചുവന്ന കോട്ടയിലെ ആ 4 കുമ്മായ വരക്കകത്തേക്ക് ചുരുക്കിയെഴുതിയ സർ അലക്സ് ഫെർഗൂസന്റെ കാലഘട്ടം. പറയാനും പറഞ്ഞറിയിക്കാനും കേൾക്കാനും ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു അതിൽ. 2 പതിറ്റാണ്ടുകൾ കൊണ്ട് അയാൾ നേടിയതൊന്നും ഇന്നും ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ല. അസാധ്യമായ ചില നിമിഷങ്ങളിലൂടെയാണ് അന്ന് യുണൈറ്റഡിനെ അയാൾ കൊണ്ടുപോയത്. 49 കിരീടങ്ങൾ എണ്ണം പറഞ്ഞതായിരുന്നു ഫെർഗൂസന്റെ കാലഘട്ടം. പക്ഷേ അയാൾ പടിയിറങ്ങിയതോടെ യുണൈറ്റഡ് യൂറോപ്യൻ ഫുട്ബോളിന്റെ മുഖ്യധാരണയിൽ നിന്നും പതിയെ പിന്തള്ളപ്പെട്ടു. റയാൻ ഗിഗ്സും മൗറീഞ്ഞോയും ഫെർഗൂസണും ഷോൾജിയറും റാഗ്നിക്കും നടന്ന വഴികൾ മാത്രമാണ് അതിൽ ആരാധക ശ്രദ്ധ നേടിയ പരിശീലകന്മാർ. അനേകം റെക്കോർഡുകൾ ട്രഫോർഡ് സ്വീകരിച്ചൊരു കാലം അവർക്കുമുണ്ടായിരുന്നു. കാൽപന്ത് ലോകത്തെ ആ ചുവന്ന കോട്ടയിലെ ആ 4 കുമ്മായ വരക്കകത്തേക്ക് ചുരുക്കിയെഴുതിയ സർ അലക്സ് ഫെർഗൂസന്റെ കാലഘട്ടം. പറയാനും പറഞ്ഞറിയിക്കാനും കേൾക്കാനും ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു അതിൽ. 2 പതിറ്റാണ്ടുകൾ കൊണ്ട് അയാൾ നേടിയതൊന്നും ഇന്നും ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ല. അസാധ്യമായ ചില നിമിഷങ്ങളിലൂടെയാണ് അന്ന് യുണൈറ്റഡിനെ അയാൾ കൊണ്ടുപോയത്. 49 കിരീടങ്ങൾ എണ്ണം പറഞ്ഞതായിരുന്നു ഫെർഗൂസന്റെ കാലഘട്ടം. പക്ഷേ അയാൾ പടിയിറങ്ങിയതോടെ യുണൈറ്റഡ് യൂറോപ്യൻ ഫുട്ബോളിന്റെ മുഖ്യധാരണയിൽ നിന്നും പതിയെ പിന്തള്ളപ്പെട്ടു. പ്രീമിയം യുഗത്തിന്റെ മറവിൽ പലതവണ ആഘോഷിക്കപ്പെടുമ്പോഴും ട്രഫോർഡിന്റെ ആ പഴയ ലെഗസിയെ തിരികെ പിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ശേഷം വന്ന മൗറീഞ്ഞോ എവിടെയൊക്കെയോ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നല്ലാതെ ഒന്നും സാധ്യമാവാതെ വന്നതോടെ ഷോൾജിയറും റാഗ്നിക്കുമെല്ലാം ആ കാലത്തിനടുത്ത് വന്ന് മറഞ്ഞ ചില മുഖങ്ങൾ മാത്രമാണ്. ശേഷം ആ ദൗത്യത്തെ ഡച്ചുകാരനായ ടെൻഹാഗിനെ ഏൽപ്പിക്കുമ്പോൾ ടോട്ടൽ ഫുട്ബോളിന്റെ മറ്റൊരു പതിപ്പിനെ EPLകാർക്ക് അവതരിപ്പിക്കാൻ വന്ന ഒരു അവതാരം മാത്രമായിരുന്നു അയാൾ. ആ അവതാര പിറവിയുടെ തുടക്കകാലം പെപ്പിനെയും ക്ലോപ്പിനെയും എന്നിങ്ങനെ പേരെടുത്ത പലരെയും വിറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഒരു നിമിഷം പ്രതീക്ഷ നൽകിയ ടെൻഹാഗിന്റെ യാത്രയും പതിയെ പതിയെ ആ പഴയ യുണൈറ്റഡിൽ നിന്നും എത്രയോ ദൂരത്തേക്ക് മാറി തുടങ്ങി. പ്രീമിയർ ലീഗ് കിരീടത്തിന്റെ ആഭിമുഖ്യത്തോടെ വെമ്പിളിയിലിറങ്ങിയ സിറ്റിക്ക് തന്നെയായിരുന്നു ഈ കിരീടത്തിലെ ബഹുഭൂരിഭാഗ സാധ്യതകളും. പ്രവചനങ്ങളെല്ലാം പെപ്പിന്റെ വിജയഗാഥയെ ചേർത്തുവെച്ചപ്പോൾ പോരാട്ട വീര്യം കൊടുത്ത യുണൈറ്റഡിനെ അവർ തിരിച്ചറിയാൻ മടിച്ചു. വെമ്പിളിയിലെ ഘോരമായ ആർപ്പുവിളികളിൽ യുണൈറ്റഡ് തന്റെ വിജയമുദ്ര പതിപ്പിച്ച് FA കപ്പുമായി ട്രഫോർഡിലേക്ക് മടങ്ങുകയാണ്. പെപ്പ് ഫിലോസഫിയെ ദുർബലപ്പെടുത്തിയ ടെൻഹാഗ് തന്ത്രങ്ങളിൽ നിന്നും മൈനോയും ഗർണാച്ചോയും നേടിയ ഇരട്ട ഗോളുകൾക്ക് ഡോക്കു നൽകിയ ഏക മറുപടി വിജയത്തിന് സാധ്യമല്ലാതെ വന്നപ്പോൾ ഇത് ചെകുത്താൻ പടയുടെ പ്രതാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കിരീട നിമിഷം നമുക്ക് സമ്മാനിച്ചു. ഇതെത്ര മനോഹരമാണല്ലേ. ആ പഴയ നാൾവഴികളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു തുടക്കമാവണം ഇത്. നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കാനുള്ള ടെൻഹാഗിന്റെ ആദ്യ ചവിട്ടുപടിയാവണം ഇത്. തിരികെ പിടിക്കണം ആ പഴയ യുണൈറ്റഡിനെ, അണിയിച്ചൊരുക്കണം ആ ട്രഫോർഡിനെ. ഒരിക്കൽ കൂടി നമുക്ക് കാത്തിരിക്കാം.